ഹലോ, എല്ലാവർക്കും ഹാപ്പി വിഷു. ഒരു 5 പേര് ലൈവില് വന്നിട്ട് നമുക്ക് തുടങ്ങാട്ടോ നമ്മുടെ നറുക്കെടുപ്പ്. ഏപ്രിൽ 1-ാം തീയതി നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് തൊടുപുഴ ഉള്ള ടോയ് സ്റ്റോറി എന്ന് പറഞ്ഞ ഷോപ്പില് അവരുടെ ഒരു സൈക്കിൾ ഷോറൂം ഉടനെ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ സൈക്കിള് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ, കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. കുറച്ച് താമസിച്ചു പോയി, കാരണം കടയുള്ളത് തൊടുപുഴയാണ്. ഞാൻ കട്ടപ്പനയിൽ നിന്ന് ഈ മഴയത്ത് ഡ്രൈവ് ചെയ്ത് വരികയാണ് ചെയ്തത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത്? ജസ്റ്റ് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യോ യെസ് എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ നമുക്ക് നമ്മുടെ നറുക്കെടുപ്പിലേക്ക് പോകായിരുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ആൽബിൻ ആന്റണി, താങ്ക് യു. അപ്പൊ നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അഞ്ചു നീലേ, അപ്പൊ നമുക്ക് അധികം താമസിക്കാതെ നറുക്കെടുപ്പ് നടത്തിയേക്കാം അല്ലെ. ഇതാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്ന പുതിയ സൈക്കിള്. മനു, കുഞ്ഞിനെ കണ്ടു മേളിലേക്ക് ഒന്ന് പോകാം. അവിടെ മേളിലേക്ക് ഒന്ന് പോക്കോ. ഇതാണ് ഗിവ് അവേ കൊടുക്കാനുള്ള സൈക്കിള്. അന്ന് നമ്മൾ കാണിച്ചിരുന്ന ഒരു സൈക്കിള്, സെയിം സാധനം തന്നെയാണ്. ഇത് പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അടക്കം കണ്ട ഒരുപാട് പേരുണ്ട്. ഏറ്റവും കൂടുതൽ ഷെയർ വന്നത് ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നാണ്. അപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിരുന്ന ഒരു നമ്പർ, ആ നമ്പറിലേക്ക് ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കാനാണ് പറഞ്ഞത്. അതുകൂടാതെ നിഖിലിന്റെ ടോയ് സ്റ്റോറി, തൊടുപുഴയുള്ള ടോയ് സ്റ്റോറി കടയുടെ ഒഫീഷ്യൽ നമ്പർ കൊടുത്തിരുന്നു. അപ്പൊ 2 നമ്പറിലേക്കുമായിട്ട് 1000-ൽ പരം സ്ക്രീൻഷോട്ടുകൾ വന്നു. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ആരെ അവോയ്ഡ് ചെയ്യാതെ ഈ ഗിവ് അവേ പിക്കിംഗ് ആപ്പൊക്കെ ഉണ്ട്. നമുക്ക് ആൻഡ്രോയിഡിൽ പിക്ക് ചെയ്തിട്ട് ഇന്ന ആൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഇത് ഷെയർ ചെയ്യുന്നവരെ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി. അപ്പം അതൊക്കെ എത്രത്തോളം നമുക്കൊരു സംതൃപ്തി നൽകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇന്നലെ രാത്രി മുതൽ തുടങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഓരോരുത്തരുടെയും സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ അകത്ത് ചിലരുടെ പേരില്ല, മൊബൈൽ നമ്പർ മാത്രമേ ഉള്ളൂ. ആ സ്ക്രീൻഷോട്ട് അയക്കുന്ന വാട്സാപ്പ് നമ്പർ മാത്രമേ ഉള്ളൂ. ചിലരുടെ ഫേസ്ബുക്ക് ID, ഫേസ്ബുക്ക് പ്രൊഫൈല് നമുക്കറിയാലോ, ഒരു ഒറിജിനൽ പേരായിരിക്കില്ല ഫേസ്ബുക്ക് പ്രൊഫൈല്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് എല്ലാം നോക്കി എഴുതി, വ്യക്തമായിട്ട് എഴുതി നമ്മൾ ഇതുപോലെ ഒരു ബോക്സിന്റെ അകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് ഉച്ച വരെ ആയിരുന്നു, ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ ആയിരുന്നു അയക്കുവാനുള്ള സമയം. അപ്പൊ എന്തായാലും നമുക്ക് നറുക്കിട്ട് ഒരാൾക്ക് ഈ സൈക്കിള് ഇന്ന് തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇല്ല, ഒരു കുഞ്ഞു വന്നില്ലായിരുന്നു, നമ്മുടെ ഒരു കസ്റ്റമർ കുട്ടി ഇപ്പൊ വന്നിട്ടുണ്ട്. ആ കുട്ടിയെ കൊണ്ട് തന്നെ നറുക്കെടുപ്പിക്കാം. മോന്റെ പേരെന്നാടാ? പേര് ദേവർഷ്. ദേവർഷ് എവിടാ പഠിക്കുന്നേ? അതെവിടാ? ഓക്കെ, ഇവിടെ തൊടുപുഴ തന്നെ. മോൻ എടുക്കുന്ന ഒരു സമ്മാന കൂപ്പന്റെ നറുക്കെടുപ്പാണേ. മോൻ ഒരെണ്ണം എടുക്കണം. ഒരെണ്ണം എടുത്തിട്ട് പപ്പയുടെ കയ്യിലേക്ക് കൊടുത്താൽ മതി. പപ്പ വായിച്ചോളും. ഓക്കെ, ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് ഒരെണ്ണം എടുത്തോ. ഒരെണ്ണം എടുത്തു. കൊടുത്തോ പപ്പയുടെ കൈ കൂടെ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഭാഗ്യരാജ്. ഒന്ന് വായിച്ചോളൂ. മഞ്ജു സുഭാഷ്. മഞ്ജു സുഭാഷ് നമ്പർ ഉണ്ട്. മറ്റേ നമ്പർ എന്താടാ? അല്ലെങ്കിൽ താങ്ക് യു. ഇവനെന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കഴിഞ്ഞല്ലേ? 9544199291 9544. സ്പീക്കറിലിട്ടു. താങ്കൾ വിളിച്ച വ്യക്തി മറ്റൊരു കോളിലാണ്. ദയവായി ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് വിളിക്കുക. The person you have called is speaking to someone else. You can wait or call again later.
आपने जिस व्यक्ति को कॉल किया है वह अन्य कॉल पर व्यस्त है, कृपया प्रतीक्षा। താങ്കൾ വിളിച്ച വ്യക്തി മറ്റൊരു കോളിലാണ്. ദയവായി ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് വിളിക്കൂ. ഹലോ 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 മഞ്ജു സുഭാഷ് ആണോ? ആണോ? എവിടാണ് വീട്? ഞങ്ങള് ചിറ്റാർ വയ്യാറ്റില്ല, പത്തനംതിട്ടയില്ല. ആ ശരി, അരുൺ കുമാർ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജിൽ നിന്ന് അരുണാണ് വിളിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു അരുൺ കുമാർ പുരുഷോത്തമൻ എന്ന് പറഞ്ഞിട്ടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിലെ നമ്മള് ഒരു ഗിവ് അവേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സൈക്കിള്. അപ്പൊ ഇന്നായിരുന്നു അതിന്റെ നറുക്കെടുപ്പ്. അത് ഷെയർ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തന്നില്ലായിരുന്നോ? അപ്പം മഞ്ജു സുഭാഷിനാണ് ഇത് അടിച്ചേക്കുന്നത് കേട്ടോ, സൈക്കിള്. അതെ. മോന്റെ പേരെന്നാടാ? ഏതാ? അദ്വൈത്. എന്നാ അമ്മയോടും അച്ഛനോട് പറഞ്ഞിട്ട് അഡ്രസ് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ അയച്ചു തരാൻ പറ കേട്ടോ. ഇല്ല, സമയം പോലെ ഇന്ന് നെറ്റ് കിട്ടുമ്പോ അഡ്രസ് അയച്ചാ മതി. ഇന്ന് എന്തായാലും ഹോളിഡേ ആയതുകൊണ്ട് ഇന്ന് അയക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നാളെ പാർസൽ ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ കൊറിയർ ചെയ്യും. ഓക്കെ, സന്തോഷമായല്ലോ. ആണോ? എനിവേ അപ്പൊ കൊള്ളാം. അപ്പൊ വീഡിയോ ഒക്കെ കാണുന്നതിന് ഒത്തിരി താങ്ക്സ്. അതുപോലെ എന്തെങ്കിലും ടോയ്സ് ഒക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൊടുപുഴ ടോയ് സ്റ്റോറിയില് ആ നമ്പർ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ തന്നെ നമ്പർ ഉണ്ട്. ഈ വീഡിയോയുടെ ഈ ലൈവ് വീഡിയോയുടെ അടിയിലും നമ്പർ കൊടുത്തേക്കാം. അപ്പം വിളിച്ച് ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. എന്തോ? ഇത് അല്ല, ഈ നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോ. ഇവിടുന്ന് നാളെ കൊറിയർ ആയിട്ട് അയച്ചു വിടാം. ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം ഐറ്റം ഓർഡർ ഡെലിവറി കിട്ടും. കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വീഡിയോ എടുത്ത് ഒന്ന് തിരിച്ചയക്കണം വാട്സാപ്പില്. ഓക്കെ, സൈക്കിള് കിട്ടിക്കഴിയുമ്പം മോൻ ഓടിക്കുന്നതിന്റെ വീഡിയോയും കൂടെ തിരിച്ച് ഞങ്ങൾക്ക് അയച്ചു തരണം എന്ന്. ഓക്കെ, അപ്പം സന്തോഷം. താങ്ക് യു. ആക്ക് എത്ര വയസ്സുണ്ട്? ഈ പറയുന്ന ആക്ക് എത്ര വയസ്സുണ്ട് മോന്? ആക്ക് എത്ര വയസ്സുള്ള ആളോ? ശരി 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 ശരി, ഓക്കെ കേട്ടോ. ഓർഡിൽസ് ഉണ്ട്. ശരി, അപ്പൊ ഡീറ്റെയിൽസ് ഇട്ട് തന്നാ മതി കേട്ടോ. ശരി ശരി ശരി, ആയിക്കോട്ടെ. ഓക്കെ. അപ്പം ഈ നറുക്കെടുപ്പിനോട് സഹകരിച്ച എല്ലാവരും ഒരാളുടെ പോലും പേര് വിടാതെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഗിവ് അവേ കൊടുക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം തുടർന്ന് ഗിവ് അവേ കൊടുക്കാനുള്ള ഒരു പേജ് ഒന്നും അല്ല നമ്മുടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ ചെറിയ ക്രിയേറ്റിവിറ്റീസ് ഒക്കെ ചെയ്തും മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് കാണിച്ചു കൊടുത്തും ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ ചാനലാണ് നമ്മളുടെ. അതല്ലാതെ ഗിവ് അവേ കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ മറ്റു വ്ളോഗുകൾ ചെയ്യുക, അങ്ങനെ ഒരു പേജ് അല്ല. പിന്നെ കുട്ടികളുടെ ടോയ്സ് ഒരുപാട് ഞാൻ റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട് ടോയ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ്. പിന്നെ നിഖിലിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പം നിഖിലിന്റെ ഡീലിങ്സും കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഗിവ് അവേ വെച്ചത്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വിഷു. താങ്ക് യു.